ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ കർമ്മദർശനം എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: മന്യേ വദാമി ഗൃഹ്ണാമി ശൃണോമിത്യാദിരൂപത ക്രിയതേ കർമ്മ പരമാത്മനാ ചിത്തേന്ദ്രിയാത്മനാ. ഒന്നുകൂടി: മന്യേ വദാമി ഗൃഹ്ണാമി ശൃണോമിത്യാദിരൂപത ക്രിയതേ കർമ്മ പരമാത്മനാ ചിത്തേന്ദ്രിയാത്മനാ. അന്വയം: അഹം മന്യേ, അഹം വദാമി, അഹം ഗൃഹ്ണാമി, അഹം ശൃണോമി ഇത്യാദിരൂപത പരമാത്മന ചിത്തേന്ദ്രിയാത്മന കർമ്മക്രിയതേ. അർത്ഥം: ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ എടുക്കുന്നു, ഞാൻ കേൾക്കുന്നു എന്നിങ്ങനെ പരമാത്മാവായ ചിത്തേന്ദ്രിയാത്മാവിനാൽ കർമ്മം ചെയ്യപ്പെടുന്നു. ചിത്തേന്ദ്രിയാത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്തമാണ്, മനസ്സാണ്, ഞാൻ ഇന്ദ്രിയങ്ങളാണ് എന്നിങ്ങനെ ഉള്ള വിചാരത്തോടുകൂടിയിരിക്കുന്ന ജീവാത്മാവ് എന്നാണ് അർത്ഥം. പരമാത്മന ചിത്തേന്ദ്രിയാത്മന എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ജീവാത്മാവ് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ് എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരമാത്മാവ് ഒരു കർമ്മവും ചെയ്യാതെ നിശ്ചലമായി ഇരിക്കുമ്പോൾ അത് നിർവികാര ബ്രഹ്മമാണ്, പരമാത്മാവാണ്. പരമാത്മാവ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അസംഗനാണ്, യാതൊന്നിനോടും ബന്ധമില്ലാത്ത സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള പരമാത്മാവ് സ്വന്തം മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തെയും മനോബുദ്ധി അഹങ്കാരങ്ങളെയും ദേഹാദികളെയും സൃഷ്ടിച്ച് ദേഹത്തിൽ ദേഹിയായി പ്രവേശിക്കുമ്പോൾ ജീവാത്മാവാകും. ആ ജീവാത്മാവ് ചിത്തത്തിൽ അഥവാ മനസ്സിൽ ഇരുന്നു കൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനമായ ചിന്ത മുതലായ കർമ്മങ്ങളെ തൻ്റെ കർമ്മമായി കരുതി അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നവനാകുന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ ചിത്താത്മാവാകുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളായ വാഗിന്ദ്രിയത്തിൽ ഇരുന്ന് അതിൻ്റെ കർമ്മമായ സംസാരത്തെ തൻ്റെ കർമ്മമായി സങ്കല്പിച്ച് അഹം വദാമി, ഞാൻ പറയുന്നു എന്നും മറ്റൊരു കർമ്മേന്ദ്രിയമായ കൈകളെ താനായി സങ്കല്പിച്ച് അഹം ഗൃഹ്ണാമി, ഞാൻ എടുക്കുന്നു എന്നും ശ്രോത്രേന്ദ്രിയത്തെ താനാണ് എന്ന് സങ്കല്പിച്ച് അതിൻ്റെ കർമ്മമായ കേൾക്കുക എന്നതിനെ തൻ്റെ കർമ്മമാക്കിക്കൊണ്ട് ഞാൻ കേൾക്കുന്നു എന്നും മറ്റും പറയുമ്പോൾ ഇന്ദ്രിയാത്മാവായും ഭവിക്കുന്നു. അങ്ങനെയാണ് പരമാത്മാവ് ചിത്തേന്ദ്രിയാത്മാവാകുന്നത്. ജീവാത്മാവ് ചിത്തത്തിലും ഇന്ദ്രിയങ്ങളിലും ഈ പറഞ്ഞതുപോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നവനായും കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നവനായും ഭവിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം ബദ്ധനും മുക്തനും പോലെ ആണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബദ്ധസ്തു വിഷയാസംഗീ മോക്ഷോ നിർവിഷയം സ്മൃതം. മനുഷ്യനെ ബന്ധിതനാക്കുന്നതും മുക്തനാക്കുന്നതും മനസ്സാണ് എന്ന് പറയുന്നു. ഇവിടെ മനസ്സ് എന്നതിന് സങ്കല്പം എന്നാണ് അർത്ഥം. ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് വിചാരിക്കുന്നവർ കർമ്മബദ്ധരായ ജീവാത്മാവായി നിൽക്കുന്നു. എന്നാൽ ഒരുവൻ ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല, കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ദേഹവും ഒന്നും ഞാനല്ല, ഞാൻ പരമാത്മാവാണ് എന്ന
എന്ന സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ അവൻ മുക്തനാണ്. അങ്ങനെ മുക്തനാകുന്ന ആത്മാവാണ് പരമാത്മാവ്. ആത്മാവില്ലാതെ കേവലമായ പ്രകൃതിയിൽ കർമ്മം നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം പ്രകൃതി ജഡമാണ്, നിർജീവമാണ്. ആത്മചൈതന്യം പ്രസരിപ്പിക്കാതെ പ്രകൃതിക്ക് ചലിക്കാൻ സാധ്യമല്ല. മാത്രവുമല്ല, പ്രകൃതി ആത്മാവിൻ്റെ സങ്കല്പത്താൽ നിർമ്മിക്കപ്പെട്ടതും ആയ മായയും ആണല്ലോ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.